സംസാരിക്കുന്നത് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിനെ പറ്റിയാണ്. ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഒരു പേടിക്കേണ്ട അസുഖമൊന്നുമല്ല. എന്നാൽ ശ്രദ്ധിച്ചാൽ പല കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നില്ല. അതിന് അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. പേടിക്കേണ്ടതായിട്ടുള്ള പ്രശ്നം അല്ല ഹാൻഡ് ഫുഡ് മൗത്ത് അല്ലെങ്കിൽ തക്കാളി പനി എന്നൊക്കെ പറയുന്നത്. ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ക്ലിനിക്കിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഹാൻഡ് ഫുഡ് മൗത്തിന്റെ കേസുകൾ വരുന്നുണ്ട്. അത് ഒരു വൈറസ് കൊണ്ട് സ്പ്രെഡ് ആവുന്ന അസുഖമാണ്. 7 വയസ്സിൽ താഴെ, പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഇത് പടരുന്നത്. ഇത് ശ്വാസകോശം വഴിയും അവര് കളിക്കുന്ന സമയത്തോ ടോയ്സ് വഴിയോ അല്ലെങ്കിൽ അങ്ങോട്ട് കൈ സലൈവ വഴിയൊക്കെ ഈ വൈറസ് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഇത് ഒരു 7 മുതൽ 10 ദിവസം വരെ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ചെറിയ തോതിൽ ഹൈ ടെമ്പറേച്ചർ വരുന്നില്ല, ചെറിയ തോതിലുള്ള ഒരു പനിയും ഒപ്പം തന്നെ റാഷസ് കൈവെള്ളയിലും പത്തിയിലും കൈവെള്ളയിലും കാൽപ്പത്തിയിലും കാൽവെള്ളയിലും വായ്ക്ക് ചുറ്റും ചുണ്ടിന്റെ ഭാഗത്ത് പിന്നെ വായ്ക്കാകത്ത് ഇത്രയും ഭാഗത്ത് ചെറിയ തോതിലുള്ള കുരുക്കൾ വരിക. പിന്നെ ചെറിയ തോതിലുള്ള ചിലർക്ക് വിശപ്പില്ലായ്മ വരാം, ചിലർക്ക് ക്ഷീണമായിരിക്കും വരുന്നത് ഒക്കെ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ആ അസുഖത്തിന്റെ പേരിൽ തന്നെയുണ്ട് ഹാൻഡ് ഫുട്ട് മൗത്ത്. ഇതിൽ തന്നെ ഇത്രയൊക്കെ ഭാഗങ്ങളായിരിക്കും റാഷസ് കാണുന്നത്, ചെറിയ തോതിലുള്ള പനിയുണ്ടാവും. അതിന് നമ്മൾ ഹോമിയോപ്പതിയിലെ ലക്ഷണം അനുസരിച്ചുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് നല്ലപോലെ കൊടുക്കും. പലതരത്തിലുള്ള ജ്യൂസായിട്ടും പാലും വെള്ളമായിട്ടും ഒക്കെ മോരും വെള്ളമായിട്ടും ഒക്കെ പലതരത്തിലുള്ള ലിക്വിഡ്സ് കൂടുതൽ ഇൻടേക്ക് നടത്തുക. പിന്നെ നോർമൽ ഫുഡും കഴിക്കും. ഒത്തിരി ഓയിലുള്ളതും ഒത്തിരി ഉപ്പിലിട്ട സാധനങ്ങളും എണ്ണയിൽ വറുത്ത് കോരിയ സാധനങ്ങളും സ്പൈസ് ഉള്ളതും ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ കാലഘട്ടത്തിൽ പറയുന്നത്. ഇത് ഈ കാലഘട്ടത്തിൽ കുട്ടികളെ സ്കൂളിലോ അംഗനവാടിയിലോ നഴ്സറിയിലോ ഒന്നും വിടാതിരിക്കുക. കാരണം അത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി. അല്ലാതെയുള്ള മറ്റു പ്രശ്നങ്ങളോ സങ്കീർണതകളോ ഈ പ്രശ്നങ്ങളില്ല, ആരും ഭയപ്പെടേണ്ടതില്ല. ഇതിന് ആന്റിബയോട്ടിക് കൊടുത്താൽ വൈറസ് കൊണ്ടുണ്ടാകുന്നുണ്ട്. അവിടെ ആന്റിബയോട്ടിക്കിന് പ്രയോജനമില്ല. സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്നുകൾ ഇതിന് ലഭ്യമാണ്. ആരും തക്കാളിപ്പനി വന്നു എന്ന് പേടിക്കേണ്ട ആവശ്യം ഇല്ല. താങ്ക് യു.